ജനങ്ങളുടെ മനസ്സിൽ BJP-യോടുള്ള ദേഷ്യം അത് ആളിക്കത്താനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സഹായിച്ചു, അല്ലെങ്കിൽ അത് ആ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ കൂടി സഹായകമായി. BJP-യുടെ ഈ നെറികെട്ട തോന്നിവാസങ്ങൾക്കും BJP-യുടെ തന്തയില്ലായ്മയ്ക്കും BJP-യുടെ ഉന്നതർ കാണിക്കുന്ന ഈ പോകൃത്തരങ്ങൾക്കും എല്ലാം ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് എമ്പുരാന്റെ വിജയമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അതിനെ ഇല്ല എന്ന് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം BJP കാണിക്കുന്ന ഇന്നലകളിലെ ഇന്നത്തെയും തോന്നിവാസങ്ങളാണ് ആ പറയുന്ന സിനിമയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് പൃഥ്വിരാജ് ആ സിനിമയിൽ എടുത്തിട്ടിരിക്കുന്നത്. ആ പൃഥ്വിരാജ് ആ സിനിമ എടുക്കാൻ കാണിച്ചൊരു മനസ്സ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ആണത്തം എന്ന് പറയുന്നത്. പക്ഷേ ആ ആണത്തം BJP-യിലുള്ള ചാണകങ്ങൾക്കൊന്നിനുമില്ല. ചാണക സംഖ്യകൾ കുറേ പേര് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും എഴുതാറുണ്ട്. അതിനിടയിൽ നല്ലൊരു കമൻറ്റ് ഞാൻ കണ്ടതാണ്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്നത്തെ മൗനത്തിൻ്റെ ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ അന്നത്തെ മൗനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന പ്രധാനമന്ത്രി പദമെന്ന്. അപ്പോൾ ആ പറഞ്ഞ വാക്കുകളിൽ അത് ചെറിയൊരു 2 വരി വാക്കുകളേ ഉള്ളൂ, പക്ഷേ ആ വാക്കുകളിൽ പ്രകടമാണ്